ശ്രീ ജയേന്ദ്രൻ, ശ്രീജിത്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുള്ള മറുപടിയാവാം പെട്ടെന്ന്. ഞാൻ ശ്രീജിത്ത് നിർത്തിയെടുത്തു നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ആദ്യം ആരാണ് RV ബാബുവാണ് പറഞ്ഞത്. അനിൽ നമ്പ്യാർക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകളുടെ, ബ്രിട്ടാസിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട്. ഏതായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങളെല്ലാവരോടുമായിട്ട്. ബ്രിട്ടാസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് അങ്ങനൊരു വീഡിയോ അദ്ദേഹം അയച്ചിട്ടില്ല. അദ്ദേഹം അറിയാതെ മറ്റാരെങ്കിലും അയച്ചിട്ടില്ല. അത് അസന്നിഗ്ധമായി അസന്നിഗ്ധമായി തന്നെ പറയുകയാണ്, ബ്രിട്ടാസ് അങ്ങനൊരു വീഡിയോ അയച്ചിട്ടില്ല. മകളുടെ വിവാഹം എന്ന് പറഞ്ഞിട്ട് സംഗതി. 2, മകളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യായിരുന്നു ഡൽഹിയിൽ വെച്ച്. പിന്നെ പള്ളിയിൽ വെച്ച് അവരുടെ താല്പര്യപ്രകാരം, ബ്രിട്ടാസ് പള്ളിയിൽ പോകുന്ന ആളല്ല, മതവിശ്വാസിയുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ ഭർത്താവിനോ അവരുടെ വീട്ടുകാർക്കോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എതിർക്കേണ്ട കാര്യവുമില്ല. ഏതാണ് പള്ളിയിലുണ്ടായിരുന്നു. അതെ ഞാൻ പറഞ്ഞു, രജിസ്ട്രേഷൻ ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. വിവാഹം സാറേ നമ്മളൊക്കെ കണ്ടതല്ലേ, അദ്ദേഹം പള്ളിയിലുണ്ടായിരുന്നു. RV ബാബു അതല്ല, ആ തർക്കമല്ലല്ലോ. ബ്രിട്ടാസിന്റെ വീഡിയോ ആണല്ലോ ഒരു തർക്കം. ഞാനത് പറയണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിന്റെ റിലവൻസ് എന്താണെന്ന് ഞാൻ ചോദിച്ചു എന്നിവിടെ ശ്രീജിത്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വിഷയത്തിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ അതിപ്പോഴും പറയില്ല. കാര്യം അത് ഓരോരുത്തരുടെ വിഷയങ്ങൾ അങ്ങനെ എടുത്ത് ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, അല്ല അങ്ങനെ എടുത്ത് ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. ബ്രിട്ടാസ് പിന്നെ ഇന്ത്യൻ പൗരനായ മലയാളിയായ മാധ്യമപ്രവർത്തകരാണ്. ഇപ്പോൾ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും രാജ്യസഭാ അംഗവുമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം രാജ്യസഭയിൽ അരമണിക്കൂർ പ്രസംഗിച്ചത് പിന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ തന്നെ ഒരു ചാനലാണ് ഇങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുത്ത് അവതരിപ്പിച്ചത്. അദ്ദേഹം ആ തരത്തിലല്ല സംസാരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഒരു ചാനൽ അങ്ങനെ ചെയ്തു, അവരാണ് ടാഗ് ചെയ്തത്. അങ്ങനെ അത് എന്തുകൊണ്ട് നിഷേധിച്ചില്ല? അപ്പോൾ അതാണല്ലോ താങ്കളുടെ ചോദ്യം. ഇപ്പോഴും താങ്കൾ ചോദിക്കുന്ന അതാണല്ലോ, ശ്രീജിത്ത് ചോദിക്കുന്ന അതാണല്ലോ. അതിനാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിൻ്റെ പേരിലല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ജനം TV ചർച്ചയ്ക്ക് പോവുകയാണ്, ഇതാണ് ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വിവരങ്ങൾ അന്വേഷിക്കുന്നത്. എന്നിട്ട് അപ്പോഴാണ് എന്നോട് പിന്നെ അതിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്. ആ കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവച്ചത്. അതിൻ്റെ അകത്ത് അത് ഞങ്ങൾ ജയചന്ദ്രനും ജോൺ ബ്രിട്ടാസ് MPയും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണമൊന്നുമല്ല. ഒരു പൊതു ചർച്ചയ്ക്കായിട്ട് ഞാൻ പോകുന്നു, ചാനൽ ചർച്ചയ്ക്കായിട്ട് പോകുന്നു എന്ന് പറഞ്ഞതിന് തന്നെയാണ് അദ്ദേഹം എന്നോട് പ്രതികരിച്ചത്. ആ പ്രതികരണമാണ് ഞാനിവിടെ ഉദ്ധരിക്കുകയും ചെയ്തത്. ശ്രീ ജയേന്ദ്രൻ, അതെന്തുകൊണ്ട് വിശദീകരണത്തിന് അദ്ദേഹം തയ്യാറാവുന്നില്ല? അദ്ദേഹം ഇതാ നോക്കൂ, 3 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിന്റെ അവസാനത്തെ പോസ്റ്റ് ഇട്ടിരിക്കുക. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വ്യാപൃതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇതൊരു കോൺട്രവേഴ്സിയായ സാഹചര്യത്തിലെങ്കിലും അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടല്ലോ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആവാലോ. 3 മണിക്കൂർ മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം. അല്ല അനിൽ നമ്പ്യാർ, നിങ്ങളാണത് കോൺട്രവേഴ്സിയാണെന്ന് പറയുന്നത്. എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? അതൊരു കോൺട്രവേഴ്സിയാണെന്ന് കാണുന്ന ആളല്ല ജോൺ ബ്രിട്ടാസ് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുകയും ചെയ്തു. നിങ്ങൾ വീണ്ടും പറയുന്നത് കോൺട്രവേഴ്സിയാണെന്ന്. പക്ഷെ അദ്ദേഹം അങ്ങനെ അത് കരുതുന്നില്ല. അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. ഞാൻ ചോദിച്ചതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം വെച്ച് അദ്ദേഹം മറുപടി പറഞ്ഞു. അത്രയോ, അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ അദ്ദേഹം അതിന് ഇനിയും മറുപടി പറയും എന്ന് ഞാൻ കരുതുന്നുമില്ല. അതെ ഞാൻ ഈ പൊതുവായിട്ട് വന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തെ പറ്റിയാണ് ഞങ്ങൾ ടെലിഫോൺ സംസാരിച്ചത്. അത് താങ്കൾക്ക് വേണമെങ്കിൽ സ്വകാര്യം എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബോധ്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഏതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. അദ്ദേഹം ഇതില് അല്ല അദ്ദേഹത്തെ ഇതൊരു വിഷയമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ RV ബാബു ചില പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പിന്നെ അത് അദ്ദേഹത്തിൻ്റെ ഒരു പരിചിതമായ വലയത്തിനകത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായനയിലും വിലയിരുത്തലിലുമൊക്കെ അതൊരു പക്ഷേ ശരിയാവുകയും ചെയ്തിരിക്കാം. പ്ലീനം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അത് ഈ പ്ലീനം ഞാൻ പറഞ്ഞത് എന്താണ് സാർ, ഞാൻ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. അത് തെറ്റായിട്ടാണ്, എന്നെ മിസ്കോട്ട് ചെയ്യുകയാണ് ശ്രീജിത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഞാനതാണ് പറഞ്ഞത്. അതാണ് താങ്കൾക്കത് സ്ട്രൈക്ക് ചെയ്തു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണഘടനയിൽ
ഭരണഘടനയാണല്ലോ ഒരു രാഷ്ട്രീയ കക്ഷിയെ നിർവചിക്കുന്നത് അതിൻ്റെ ഭരണഘടനയാണ്. അതിൻ്റെ പ്ലീനമോ ഏതെങ്കിലും സംഘടനാ കമ്മിറ്റികളോ അതത് കാലത്തെ തീരുമാനങ്ങളോ ഒന്നുമല്ല. ആ രാഷ്ട്രീയ കക്ഷിയെ നിർവചിക്കുന്നത് എന്താണ് ആ പാർട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നത് അതിൻ്റെ ഭരണഘടനയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഭരണഘടനയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം ലഭിക്കുന്നതിന് ഒരാൾക്ക് ലഭിക്കുന്നതിന് ദൈവവിശ്വാസം തടസ്സമല്ല. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണഘടന പറയുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഐഷ പോറ്റിയുടെ കാര്യം പറഞ്ഞു. ഐഷ പോറ്റി ഇപ്പോൾ ഒരു ഈ ഹൈറാർക്കിയിലും പാർട്ടി ഹൈറാർക്കിയിലും നിൽക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാമല്ലോ, ഫോൺ ചെയ്ത് ചോദിക്കാമല്ലോ, എന്താണ് നിങ്ങളെ അങ്ങനെ വിലക്കിയത്? അല്ല, അതല്ല അവർ പറയും എന്താ പോലെ. അല്ല, ഡിസിപ്ലിനറി മെഷേഴ്സ് എന്ന് പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. അത് BJPക്കും ഉണ്ട്. കോൺഗ്രസിന് കുറെ അയഞ്ഞ സ്വഭാവമാണ്. ജനാധിപത്യ പാർട്ടി എന്ന് അവർ തന്നെ അവകാശപ്പെടും. പക്ഷെ BJPയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ഒന്നും ജനാധിപത്യ പാർട്ടികളാണെന്ന് പറയാറില്ല. ഏതാണ്? അല്ല, എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് പ്രവർത്തിക്കുന്നതിന് പാർട്ടിയിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവും പാർട്ടിയുടെ ഭരണഘടനയിൽ ഇല്ല എങ്കിൽ പിന്നെ അവര് ഈശ്വരവിശ്വാസത്തിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പറഞ്ഞാൽ അത് ഡിസിപ്ലിനറി ആക്ഷൻ ആവുന്നത് എങ്ങനെയാ? അല്ല, ഞാനതാണ് പറഞ്ഞു വന്നത്. ഈ ഡിസിപ്ലിനറി മെഷേഴ്സ് അതാണ് ഞാൻ ഈ കേഡർ പാർട്ടിയുടെ കാര്യം പറഞ്ഞത്. ഏതൊരു കേഡർ പാർട്ടിക്കും ഉണ്ടാവും ഡിസിപ്ലിനറി മെഷേഴ്സ്. അച്ചടക്ക സംവിധാനത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നിരവധി ഇടപാടുകൾ ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും കാണും. പ്രത്യേകിച്ച് കേഡർ സ്വഭാവമുള്ള പാർട്ടികൾക്കെല്ലാം കാണും. അത് കാലാകാലങ്ങളിൽ അതത് നേതൃത്വങ്ങൾ കാലാകാലങ്ങളിലെ നേതൃത്വങ്ങളാണ് തീരുമാനിക്കുന്നത് ഏത് തരത്തിലാണ് ഡിസിപ്ലിനറി മെഷേഴ്സ് വേണ്ടത്. അതിൻ്റെ സ്ഥിരം വാർപ്പ് മാതൃകയൊന്നുമില്ല ഒരു രാഷ്ട്രീയ കക്ഷിക്കും. അച്ചടക്ക നടപടികൾ എക്കാലവും മാറി മാറി വരാം പല നിലയ്ക്കും. കുഴപ്പമില്ലല്ലോ, അപ്പൊ അത് തെറ്റായില്ലല്ലോ. അല്ല, ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യം ആകാമെന്നാണ് പറഞ്ഞത്. മതനിരാസമില്ല, മതനിഷേധം വേണമെന്നില്ല. അതിന് വിരുദ്ധമായിട്ട് പെരുമാറാൻ കഴിയില്ലല്ലോ ആ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ആർക്കും. അതുകൊണ്ടാണ് ജയേന്ദ്ര സാറേ, അങ്ങനെയാണെങ്കിൽ പാർട്ടി പ്ലീനത്തിലെടുത്ത നിലപാട്, ഐഷ പോറ്റിക്കെതിരെടുത്ത നിലപാട്, അതേപോലെ വേറൊരാളുണ്ടല്ലോ എം എം മോനായിക്കെതിരെടുത്ത നിലപാട്, കടകംപള്ളി സുരേന്ദ്രനെതിരെടുത്ത നിലപാട്, ഇതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സമ്മതിക്കുന്നുണ്ടോ? പാർട്ടിയുടെ ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് ഇതൊക്കെ. ഭരണഘടന അല്ല, പ്ലീനം എന്ന് പറയുന്നത്, പ്ലീനം എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്ലീനം നടത്താൻ പറ്റുന്നത്? ഒരു സംസ്ഥാന കമ്മിറ്റിയോ കേന്ദ്ര കമ്മിറ്റിയോ പൊളിറ്റ് ബ്യൂറോയോ കൂടി തീരുമാനിച്ചാൽ നടത്താൻ പറ്റുന്നതാണോ പ്ലീനം? അല്ല, അത് പാർട്ടി കോൺഗ്രസുകളാണ് തീരുമാനിക്കുക പ്ലീനം നടത്താൻ. ജയേന്ദ്രൻ സാർ, ഞാൻ പറയുന്നത് പാർട്ടിയുടെ ഒരു സമ്മേളനമാണല്ലോ, അതിന് പ്ലീനമെന്നോ മറ്റെന്തോ വിളിച്ചോളൂ. പാർട്ടി സമ്മേളനം പാർട്ടി ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഡയറക്ഷൻ പുറപ്പെടുവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയണ്ടേ? അല്ല, ഞാനൊന്ന് പറയട്ടെ, ഒന്ന് താങ്കളൊന്ന് കേൾക്കാം. അവസാനിപ്പിക്കാം. ഈ അല്ല, ചില ഈ പാർട്ടി ടെർമിനോളജികളുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട്. അതിലൊന്നാണ് പ്ലീനം. അത് തീരുമാനിക്കുന്നത് പാർട്ടി കോൺഗ്രസുകളാണ്. പാർട്ടി കോൺഗ്രസുകൾ ചർച്ചയ്ക്കൊടുവിൽ ഇന്ന അജണ്ട വെച്ച് ഒരു പ്ലീനം ചേരണം, തെറ്റുതിരുത്തൽ രേഖയ്ക്ക് ഒരു പ്ലീനം, അങ്ങനെ ഒരു പ്ലീനം, പാലക്കാട് മറ്റൊരു അച്ചടക്കത്തിന് വേറൊരു പ്ലീനം. അതൊക്കെ അതത് പാർട്ടി സമ്മേളനങ്ങൾ പാർട്ടി കോൺഗ്രസുകൾ തീരുമാനിക്കുന്ന രീതിയിൽ ചേരുന്നതാണ്. അതൊക്കെ ഭരണഘടനയ്ക്ക് കീഴിൽ നിൽക്കുന്നതാണ്. ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഏത് പാർട്ടിയുടെയും ഭരണഘടന തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടിയെ നിർവചിക്കുന്നത് ആ പാർട്ടിയുടെ ഭരണഘടനയാണ്. അതിനെ വ്യാഖ്യാനിക്കാൻ പല രൂപത്തിൽ കഴിയും, പക്ഷെ നിർവചിക്കപ്പെടുന്നത് ആ ഭരണഘടനയിൽ തന്നെയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് CPI എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ശ്രീ അനിൽ 2017 ഇപ്പം 8 വർഷമായല്ലോ, വേണമെങ്കിൽ നിഷേധിക്കായിരുന്നു. 2017 മനോരമയിലെ ഒരു വാർത്ത, മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഗുരുവായൂർ സന്ദർശനം വിവാദമാക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മന്ത്രിക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യമില്ലെന്നും യോഗം വിലയിരുത്തി. ക്ഷേത്രാചാരങ്ങൾ ചിലർ അനാവശ്യമായി വിവാദമാക്കുകയാണെന്നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ വിശദീകരണം. ഒരു അമ്പലത്തിൽ കയറിയതിന് പേരിൽ പാർട്ടി ഒരാളുടെ വിശദീകരണം ചോദിച്ചു എന്ന് അത് കൊടുക്കേണ്ടി വന്ന അതിന് ഗതികേടെന്നാണ് പറയുന്നത്, മതസ്വാതന്ത്ര്യം എന്നല്ല. ശ്രീ ജയചന്ദ്രൻ, ഗതികേടാണത്, മതസ്വാതന്ത്ര്യമല്ല.